സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധേർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം ആരംഭം മുതൽ വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. യുദ്ധകാന്ഡത്തിൽ രാമരാവണ യുദ്ധവും രാവണവധവും സീതയെ വീണ്ടെടുക്കലും ശ്രീരാമൻ്റെ അയോധ്യാപ്രവേശവും ശ്രീരാമ പട്ടാഭിഷേകവുമാണ് മുഖ്യ പ്രമേയങ്ങൾ. യുദ്ധപ്രധാനമായതിനാൽ ഈ കാണ്ഡത്തിന് യുദ്ധകാന്ഡം എന്ന് പേര് നൽകിയിരിക്കുന്നു. ശ്രീരാമസ്തുതിയോടെയാണ് യുദ്ധകാന്ഡം തുടങ്ങുന്നത്. ശ്രീരാമകഥയാകുന്ന അമൃതപാനത്താൽ ലഭിക്കുന്ന സമ്പൂർണ്ണ രസാനുഭവത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. ശാരിക പൈതലെ, മനോഹര രാമായണ യുദ്ധം നീ പറഞ്ഞു തരൂ, എങ്കിൽ മനസ്സ് തെളിഞ്ഞ് കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് കിളിമകൾ പറഞ്ഞു തുടങ്ങി. ചന്ദ്രശേഖരനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ചന്ദ്രിക പോലെയുള്ള പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ശ്രീ പാർവതിയോട് പറഞ്ഞു, ചന്ദ്രാനനയായ പ്രിയേ, ശ്രീരാമൻ്റെ പവിത്രമായ കഥ നീ ശ്രദ്ധിച്ചു കേൾക്കൂ. ലോകനാഥനും താരകബ്രഹ്മസ്വരൂപനും കരുണാകരനുമായ ശ്രീരാമചന്ദ്രൻ ഹനുമാൻ വന്നു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വർദ്ധിച്ച സന്തോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു. ഇനി ശ്രീരാമാദികളുടെ നിശ്ചയം. ഹനുമാൻ ചെയ്ത കാര്യം ചിന്തിച്ചാൽ ദേവന്മാർക്ക് പോലും അസാധ്യമായ ഒന്നത്രേ. 100 യോജന വിസ്താരമുള്ള സമുദ്രം അനായാസം ചാടിക്കടന്ന് രാക്ഷസവീരരെ വധിച്ച് ലങ്ക ചുട്ടുകരിച്ചത് അത്ഭുതകരം തന്നെ. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ആർക്കും ഒരു കാലത്തും ഒരിടത്തും ഉണ്ടാകുകയില്ല. ഹനുമാൻ സീതയെ ഒറ്റയ്ക്ക് പോയി കണ്ടുവന്നത് കാരണം എന്നെയും സൂര്യവംശത്തെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും എല്ലാം രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ നടന്നതെല്ലാം നന്നായി. ഇനി എങ്ങനെ ഈ കടൽ കടക്കും? മുതല, മകരമത്സ്യങ്ങൾ, നീർച്ചുഴികൾ എന്നിവയെല്ലാം നിറഞ്ഞ ഭയങ്കര സമുദ്രം കടന്ന് രാവണനെ സൈന്യത്തോടുകൂടി വധിച്ച് എന്നാണ് എനിക്ക് ദേവിയെ കാണാൻ കഴിയുന്നത്? ദൈവമേ! ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ ദുഃഖം ശമിപ്പിക്കാൻ സുഗ്രീവൻ പറഞ്ഞു, സമുദ്രം കടന്ന് ലങ്ക ചുട്ടുകരിച്ച് രാവണനെ വംശത്തോട് വധിച്ച് ഞാൻ ദേവിയെ കൊണ്ടുവരുന്നുണ്ട്. അതിനാൽ ഇക്കാര്യം ഓർത്ത് അങ്ങ് ദുഃഖിക്കരുത്. ഈ ചിന്ത കാര്യതടസ്സം ഉണ്ടാക്കും. ഈ കാണുന്ന വാനരന്മാരെ ആർക്കും ജയിക്കാൻ കഴിയുകയില്ല. തീയിൽ ചാടാൻ പറഞ്ഞാലും ഇവരാരും പിന്നെയാകട്ടെ എന്ന് പറയുന്നവരല്ല. രഘുപതി, ഇനി കടൽ കടക്കാനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത്. നാം ലങ്കയിൽ ചെന്നെത്തിയാൽ ലങ്കേശ്വരനായ രാവണൻ മരിച്ചെന്ന് ഉറപ്പിച്ചു കൊള്ളുക. ഒരു മഹായുദ്ധത്തിൽ അങ്ങയെ എതിരിട്ട് നിൽക്കാൻ ആർക്കാണ് കഴിയുക? അമ്പുകൊണ്ട് സമുദ്രം വറ്റിച്ച് കളയാം, ശരം കൊണ്ട് തന്നെ സേതുവും നിർമ്മിക്കാം. നല്ല ലക്ഷണങ്ങൾ കാണുന്നു. ഏതു വിധത്തിലായാലും വിജയം അങ്ങേക്ക് തന്നെ. ഇങ്ങനെ ഭക്തിയും ശക്തിയും ചേർന്ന സുഗ്രീവ വചനങ്ങൾ കേട്ടിട്ട് ശ്രീരാമൻ മുമ്പിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന വായുപുത്രനായ ഹനുമാനോട് ഇങ്ങനെ ചോദിച്ചു. ഇനി ലങ്കാവിവരണം. ലങ്കാനഗരിയിലെ വൃത്താന്തങ്ങൾ സംശയരഹിതമായി എന്നോട് പറയുക. കോട്ടമതിൽ, കിടങ്ങ് എന്നിവയെല്ലാം വാക്കുകളിലൂടെ വിവരിച്ച് എനിക്ക് വ്യക്തമാക്കി തരിക. ഇത് കേട്ട് സന്തുഷ്ടനായ ഹനുമാൻ ഇപ്രകാരം ഉണർത്തിച്ചു. സമുദ്രമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അത്യുന്നതമായ ത്രികൂടപർവ്വതത്തിൻ്റെ മുകളിലെ ലങ്കാനഗരം ജീവനിൽ പേടിയില്ലാത്തവർക്ക് കനകവിമാനം പോലെ കാണാൻ കഴിയും. 700 യോജന വിസ്താരമുള്ള നഗരത്തിൻ്റെ ചുറ്റും പുതിയ കനകമതിലുണ്ട്. 4 ദിക്കിലും 7 നിലകളുള്ള അതിമനോഹരമായ ഗോപുരങ്ങളുണ്ട്. അതിനകത്തായി 7 മതിലുകൾ കാണാം. 7 മതിലുകൾക്കും 4 ഗോപുരങ്ങൾ ഉൾപ്പെടെ ആകെ 28 ഗോപുരങ്ങളുണ്ട്. എല്ലാറ്റിൻ്റെയും ചുറ്റും ആഴമേറിയ കിടങ്ങുകളും യന്ത്രപ്പാലങ്ങളും കാണാം. കിഴക്കേ ദിക്കിലെ ഗോപുരം കാവലിന് 10,000-ഉം തെക്കേ ഗോപുരത്തിന് 1,00,000-ഉം പടിഞ്ഞാറേ ഗോപുരത്തിന് 10,00,000-ഉം വടക്കേ ഗോപുരത്തിന് 1,00,00,000-യും ശക്തരായ രാക്ഷസന്മാർ കാവലുണ്ട്. 4 ദിക്കിലും കാവൽ നിൽക്കുന്നവരുടെ പകുതി മധ്യഭാഗത്ത് കാവൽ നിൽക്കുന്നു. അന്തപുരം കാവലിനും അത്രയും പേരുണ്ട്. അതിൽ ഇരട്ടിയുണ്ട് കാര്യാലോചന മന്ദിരത്തിൻ്റെ കാവൽക്കാർ. സ്വർണ്ണനിർമ്മിതമായ ഭക്ഷണശാല, നാടകശാല, കുളിപ്പുര, മദ്യശാല എന്നിങ്ങനെ ലങ്കയിൽ വിവിധ രീതിയിൽ അലങ്കാരങ്ങളോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന മന്ദിരാദികളെക്കുറിച്ച് വർണ്ണിക്കാൻ അനന്തന് പോലും കഴിയുകയില്ല. ആ നഗരം മുഴുവൻ ഞാൻ ദേവിയെ അന്വേഷിച്ചു. ഒടുവിൽ എൻ്റെ പിതാവിൻ്റെ നിയോഗമനുസരിച്ച് മനോഹരമായ പൂങ്കാവനത്തിൽ സീതാദേവിയെ കണ്ടെത്തി വണങ്ങി. അങ്കുലീയം നൽകി ചൂടാരത്നവും വാങ്ങി അടയാളവാക്യവും കേട്ടുകൊണ്ട് യാത്ര പറഞ്ഞ ഞാൻ ഒരു അവിവേകം കൂടി കാണിച്ചു. ഉദ്യാനം അടിച്ചു തകർത്ത് കാവൽക്കാരായ രാക്ഷസന്മാരെയെല്ലാം നിമിഷത്തിനകം കൊന്നു. തുടർന്ന് എന്നോട് യുദ്ധത്തിന് വന്ന രാവണപുത്രനായ അക്ഷകുമാരനെ വധിച്ചു. ചുരുക്കത്തിൽ ലങ്കയിലുണ്ടായിരുന്ന സൈന്യത്തിൻ്റെ 4/1 ഞാൻ കൊന്നു. അനന്തരം രാവണനെ കണ്ട നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു.
ക്രുദ്ധനായ രാവണൻ വേഗം ഇവനെ കൊല്ലുവിൻ എന്ന് കിങ്കരന്മാരോട് ആജ്ഞാപിച്ചു. അത് കേട്ട് എന്നെ വധിക്കാൻ വന്നവരോടും ജ്യേഷ്ഠനായ രാവണനോടും വിഭീഷണൻ പറഞ്ഞു, പ്രശസ്തമായ രാജ്യധർമ്മങ്ങൾ അറിയാവുന്നവരാരും ദൂതന്മാരെ വധിക്കാറില്ല. ഇവനെ കൊല്ലാതെ ഒരടയാളമുണ്ടാക്കി മടക്കി അയക്കുന്നതാണ് നല്ലത്. ഉടനെ വാലിൽ തീ കൊളുത്താൻ രാവണൻ രാക്ഷസരോട് ആജ്ഞാപിച്ചു. അവർ എണ്ണയിൽ തുണി നനച്ച് എൻ്റെ വാലിൽ തീ കൊളുത്തി. ആ തീ കൊണ്ട് ഞാൻ 200 യോജന വിസ്താരമുള്ള ലങ്കാനഗരം വളരെ വേഗം ചുട്ടുകരിച്ചു. അങ്ങയുടെ അനുഗ്രഹത്താൽ ലങ്കയിലെ 1/4 സൈന്യത്തെയും ഞാൻ നശിപ്പിച്ചു. ഇനി ഒന്നുകൊണ്ടും വൈകുന്നത് നല്ലതിനല്ല. നമുക്ക് വേഗം തിരിക്കാം. കോപത്തോടെ യുദ്ധത്തിന് തയ്യാറായി വലിയ പരാക്രമത്തോടെ മഹത്തായ യുദ്ധയാത്ര തുടങ്ങാം. അല്ലയോ പങ്കജാക്ഷനും പരമാത്മസ്വരൂപനുമായ പ്രഭു, അസംഖ്യം വാനര സൈന്യത്തോടുകൂടി ആശങ്ക കൂടാതെ സമുദ്രം കടന്ന് രാവണകിങ്കരന്മാരെയെല്ലാം അതിവേഗം കാലദൂതന്മാർക്ക് കൊടുത്ത് അല്ലെങ്കിൽ കൊന്ന് നിർത്തും. രാവണൻ്റെ അഹങ്കാരം തീർത്ത് യുദ്ധാവസാനത്തിൽ ദേവിയെയും കൂട്ടിക്കൊണ്ട് പോരാം. ഇനി യുദ്ധയാത്ര. ഹനുമാന്റെ വാക്കുകൾ ബഹുമാനപൂർവ്വം കേട്ടിട്ട് സന്തുഷ്ടനായ ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, ഇപ്പോൾ യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റിയ മുഹൂർത്തമാണ്. ഉത്രം നക്ഷത്രം വിജയപ്രദവും അത്രേ. അതിനാൽ ഉത്സാഹത്തോടെ യുദ്ധത്തിന് പുറപ്പെടാം. രാക്ഷസന്മാരുടെ ജന്മനക്ഷത്രം മൂലമാകയാൽ അതവർക്ക് നാശമുളവാക്കുകയും ചെയ്യും. എൻ്റെ വലതു കണ്ണ് തുടിക്കുന്നുണ്ട്. ഇങ്ങനെ സകല ലക്ഷണങ്ങളും നമുക്ക് വിജയപ്രദമാണ്. മഹാശക്തനും സേനാനായകനുമായ നീലൻ സൈന്യങ്ങളെ സംരക്ഷിക്കണം. മുന്നണിയും പിന്നണിയും മധ്യഭാഗവും ഇരുപാർശ്വങ്ങളും പരിപാലിക്കുന്നതിന് വീരന്മാരായ വാനരന്മാരെ നിയോഗിക്കണം. രംഭൻ, പ്രമാദി തുടങ്ങിയ പ്രമുഖന്മാർ മുമ്പിൽ നടക്കട്ടെ. ഹനുമാന്റെ തോളിൽ കയറി ഞാനും എൻ്റെ പിന്നിൽ അംഗദന്റെ ചുമലിൽ കയറി ലക്ഷ്മണനും സഞ്ചരിക്കണം. എൻ്റെ സമീപം എന്നെ പിരിയാതെ സദാ സുഗ്രീവൻ ഉണ്ടായിരിക്കണം. തൊട്ടു പിന്നാലെ വീരന്മാരായ മറ്റു വാനരന്മാരും പുറപ്പെടുക. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, ശിവനു തുല്യനായ മൈന്ദൻ, വിവിധൻ, ബ്രഹ്മപുത്രനായ ജാമ്പവാൻ, സുഷേണൻ, പൊക്കമുള്ള നളൻ, ശതബലി, താരൻ എന്നീ പ്രശസ്തരായ വാനരശ്രേഷ്ഠന്മാരും അസംഖ്യം ഭടന്മാരും ഒട്ടും വൈകാതെ പുറപ്പെടുക. വഴിയിൽ ആർക്കും ഒരു വിഷമവും ഉണ്ടാകരുത്. ഇങ്ങനെ അരുളി ചെയ്തിട്ട് വാനര സൈന്യത്തിൻ്റെ മധ്യത്തിലായി ലക്ഷ്മണസമേതനായ ശ്രീരാമൻ യാത്ര ആരംഭിച്ചു. നക്ഷത്രമണ്ഡല മധ്യത്തിൽ ചന്ദ്രനും ആകാശമധ്യത്തിൽ സൂര്യനും എന്ന പോലെ ലോകനാഥന്മാർ ശോഭിച്ചു. ആർത്തു വിളിച്ചും കളിച്ചു പുളച്ചും വാനര സൈന്യം രാക്ഷസ രാജാവിൻ്റെ, അതായത് രാവണൻ്റെ രാജ്യമായ ലങ്കയെ ലക്ഷ്യമാക്കി സസന്തോഷം അതിവേഗം നടന്നു. രാത്രിയിൽ നിറഞ്ഞു പരന്ന് സഞ്ചരിക്കുന്ന വാനര സമൂഹം സമുദ്രം നടന്നെടുക്കുന്ന തോന്നലുളവാക്കി. പർവ്വത ശരീരികളായ വാനരന്മാർ ചാടിയും ഓടിയും കാടുകളിൽ കയറി കായ്കനികൾ ഭക്ഷിച്ചും കാടുകളും പർവ്വതങ്ങളും നദികളുമെല്ലാം പിന്നിട്ട് ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്തുള്ള മഹേന്ദ്രപർവ്വതത്തിൻ്റെ സമീപത്ത് എത്തിച്ചേർന്നു. ഹനുമാന്റെ ചുമലിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ താഴെയിറങ്ങി. അംഗദന്റെ തോളിൽ നിന്ന് ലക്ഷ്മണൻ ഇറങ്ങി ജ്യേഷ്ഠനെ വണങ്ങി നിന്നു. രാമലക്ഷ്മണന്മാരും വാനരവീരരും കടൽ തീരത്തെത്തിയപ്പോൾ സൂര്യൻ പടിഞ്ഞാറേ കടൽ തീരത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, ഇനി ജലതർപ്പണം ചെയ്ത് സന്ധ്യാവന്ദനം നടത്തിയിട്ട് കടൽ കടക്കാനുള്ള വഴി വീരന്മാരോട് ആലോചിച്ച് കണ്ടെത്തണം. അഗ്നിപുത്രനായ നീലൻ മുതലായവർ വാനര സൈന്യത്തെ സംരക്ഷിച്ചു കൊള്ളണം. മായാവികളായ രാക്ഷസന്മാർ രാത്രി ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീരാമൻ സന്ധ്യാവന്ദനം നടത്തിയതിനു ശേഷം പർവ്വതത്തിൻ്റെ മുകളിൽ വസിച്ചു. വാനരന്മാർ സമുദ്രം കണ്ടു ഭയന്നു. മുതലകൾ, നീർച്ചുഴികൾ, ശക്തിയായ കടലൊഴുക്ക്, നക്രം, ചക്രം, ഓകം എന്നിവ കൊണ്ട് ഭയങ്കരവും ഉഗ്രമായ ശബ്ദമുള്ളതും പൊക്കമേറിയ തിരമാലകൾ വന്നടിക്കുന്നതുമായ ഈ കടൽ ആർക്കും കടക്കാൻ കഴിയുകയില്ല. ഇത്ര ഭയങ്കരമായി ഈ സമുദ്രം കടന്ന് രാവണനെ എങ്ങനെ വധിക്കാൻ കഴിയും? ഇതാലോചിച്ച് തളർന്ന കവികൾ ശ്രീരാമൻ്റെ സമീപം വസിച്ചു. ചന്ദ്രൻ ഉദിച്ചു പൊങ്ങി. ലോകരെ അനുകരിക്കാൻ വേണ്ടി സുന്ദരിയായ സീതയെക്കുറിച്ച് ആലോചിച്ച് ദുഃഖം ഭാവിച്ച് ശ്രീരാമൻ വിലപിക്കാൻ തുടങ്ങി. ദുഃഖം, സന്തോഷം, ഭയം, ക്രോധം, കോപം, ലോഭം മുതലായവയും സൗഖ്യം, മതം, മോഹം, കാമം, ജനനം ആദിയായവയും അജ്ഞാനത്തിൻ്റെ അടയാളങ്ങളാണ്. ഇവയെല്ലാം ജ്ഞാനസ്വരൂപിയായ ചിതാത്മാവിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ആലോചിച്ചാൽ ദേഹാഭിമാനമുള്ളവർക്കാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് കാണാൻ കഴിയും. പരമാത്മസ്വരൂപനായ ഭഗവാനെ സുഖദുഃഖാദികളൊന്നും ബാധിക്കുകയില്ല. പരമാത്മാവിന് സുഖമോ ദുഃഖമോ ഇല്ല, പരമാനന്ദം മാത്രം. ദുഃഖം മുതലായ സകലതും ബുദ്ധിയിൽ നിന്ന് ഉണ്ടാകുന്നവയാണ്. പരമാത്മാവും പരമപുരുഷനുമായ ശ്രീരാമൻ തൽക്കാലം മായാഗുണങ്ങളോട് കൂടിയവനാകയാൽ
മായയിൽ മുഴുകിയവർക്ക് അദ്ദേഹം ദുഃഖിയും സുഖിയുമായി തോന്നും. ഇതെല്ലാം അജ്ഞന്മാരുടെ വെറും തോന്നലാണ് എന്നത്രേ അറിവുള്ളവരുടെ മതം. ഇനി രാവണാദികളുടെ ആലോചന. അതെല്ലാം നിൽക്കട്ടെ. ദശരഥപുത്രന്മാരായ രാമലക്ഷ്മണന്മാരും സുഗ്രീവൻ തുടങ്ങിയ വാനരന്മാരും സമുദ്രത്തിൻ്റെ വടക്കേ തീരത്ത് വന്ന് കടൽ പോലെ പരന്നു. മൂന്ന് ലോകവും ജയിച്ച് കീഴടക്കി ലങ്കയിൽ വാഴുന്ന രാവണൻ തൻ്റെ മന്ത്രിമാരെയെല്ലാം അപ്പോൾ മന്ത്രശാലയെ വിളിച്ചുകൂട്ടി. ദേവന്മാർക്കോ അസുരന്മാർക്കോ പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഹനുമാൻ ചെയ്തത് ആലോചിച്ച് ലജ്ജിതനായ രാവണൻ എല്ലാ വിവരങ്ങളും മന്ത്രിമാരോട് പറഞ്ഞു. ഹനുമാൻ ഇവിടെ വന്ന് ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ആർക്കും കടന്നു വരാൻ കഴിയാത്ത ലങ്കയിൽ ഒരു വാനരൻ കടന്നു വന്ന് സീതയെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നിഷ്പ്രയാസം ഇവിടുത്തെ ഉദ്യാനമെല്ലാം നശിപ്പിച്ചു. വളരെ രാക്ഷസന്മാരെ കൊന്നു. എൻ്റെ പുത്രനായ അശോകുമാരനെ വധിച്ചു. ലങ്ക ചുട്ടുകരിച്ചു. അനന്തരം അവൻ അനായാസം കടൽ കടന്നുപോയി. ഇതോർത്ത് എനിക്ക് വളരെ നാണക്കേട് തോന്നുന്നു. ഇപ്പോൾ ശ്രീരാമൻ വാനരസേനയുമായി സമുദ്രതീരത്തെത്തി തമ്പടിച്ചിരിക്കുന്നു. ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ചു പറയണം. കാര്യാലോചന വിദഗ്ധരായ നിങ്ങളുടെ ഉപദേശം കേട്ടതുകൊണ്ട് എനിക്ക് ഇന്ന് വരെ ഒരാപത്തും സംഭവിച്ചിട്ടില്ല. അതിനാൽ നിങ്ങൾ ആലോചിച്ച് വേണ്ടത് വൈകാതെ പറയുവിൻ. നിങ്ങൾ എൻ്റെ കണ്ണുകളാണ്. എനിക്ക് നിങ്ങളോട് അചഞ്ചലമായ സ്നേഹമുണ്ട്. ഉത്തമം, മധ്യമം, അധമം എന്നീ മൂന്ന് തരം കാര്യാലോചനകളുണ്ട്. ഇത് സാധിക്കുന്നതാണ് എന്ന വിചാരം ഉത്തമം. ക്ലേശിച്ചാൽ ഇത് സാധിക്കും എന്ന ചിന്ത മധ്യമം. ഇത് സാധ്യമല്ല എന്നത് മൂന്നാമത്തേത്. കേട്ടാൽ പലർക്കും ഏകാഭിപ്രായമുള്ളതും കുറ്റമറ്റതും പരസ്പരം പറഞ്ഞു കേൾക്കുമ്പോൾ കൊള്ളാം, എൻ്റെ അഭിപ്രായവും ഇതുതന്നെ എന്ന് എല്ലാവരും സമ്മതിക്കുന്നതുമായ അഭിപ്രായം ഉത്തമം. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് കുറവുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിച്ച് ഒരേ അഭിപ്രായത്തിലെത്തുന്നത് മധ്യമം. ദുരഭിമാനത്തോടുകൂടി ഞാൻ പറഞ്ഞു മാത്രം ശരിയെന്ന വിചാരത്തോടെ ദുസ്തർക്കങ്ങൾ ഉന്നയിച്ച് മറ്റൊരാൾ പറഞ്ഞത് എതിർത്ത് വളരെ കാലതാമസം വരുത്തി ഒരു തീരുമാനവും എടുക്കാതെ പരസ്പര നിന്ദയോടും ഈർഷ്യയോടും കൂടി പിരിഞ്ഞു പോകുന്ന നിന്ദ്യമായ കാര്യാലോചന അധമം. ഇവിടെ വേണ്ട നല്ല കാര്യം എന്താണെന്ന് നിങ്ങളെല്ലാം ആലോചിച്ച് പറയുവിൻ. രാവണൻ്റെ ഇംഗിതം മനസ്സിലാക്കിയ രാക്ഷസന്മാർ പറഞ്ഞു, ആലോചിച്ചിടത്തോളം ഇന്ന് ഇപ്രകാരം ഒരു കാര്യാലോചന ഉണ്ടായത് നല്ലത് തന്നെ. ലോകം മുഴുവൻ ജയിച്ച് കീഴടക്കിയ അങ്ങേക്ക് ഇങ്ങനെ ഒരു മനോവിഷമം ഉണ്ടാകാൻ എന്താണ് കാരണം? മനുഷ്യനായ രാമനിൽ നിന്ന് ഭയമുണ്ടായത് തന്നെ അത്ഭുതകരമായിരിക്കുന്നു. ദേവേന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ച് ബന്ധനസ്ഥനാക്കി ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന് പ്രശസ്തമായ കീർത്തി കൈവരിച്ചത് അങ്ങയുടെ മകനായ മേഘനാഥനാണ് എന്ന കാര്യം ഓർക്കുക. പണ്ട് കുബേരനെ പോരിൽ ജയിച്ചിട്ട് പുഷ്പകവിമാനം നേടിയതും അത്ഭുതകരം തന്നെ. കാലനെ പോരിൽ ജയിച്ച അങ്ങേക്കുണ്ടോ കാലദണ്ഡത്തെക്കുറിച്ച് ഭയം? ഓങ്കാരം കൊണ്ട് മാത്രം വരുണനെ ജയിച്ച ആളാണ് അങ്ങ്. മറ്റുള്ള ദേവന്മാരുടെ കാര്യം പറയാനുണ്ടോ? അങ്ങേക്ക് ശത്രുക്കളായി മറ്റാരാണ് ഉള്ളത്? മഹാസുരനായ മയൻ ഭയന്ന് തൻ്റെ മകളെ അങ്ങേക്ക് നൽകിയില്ലേ? അസുരന്മാർ അങ്ങേക്ക് കപ്പം തരുന്നു. പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ? കൈലാസപർവ്വതം കുത്തിയെടുത്ത് അമ്മാനമാടിയത് കാരണം ശ്രീ പരമേശ്വരൻ അവിടത്തേക്ക് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയില്ലേ? അങ്ങനെയുള്ള അങ്ങ് ഇപ്പോൾ ദുഃഖിതനാവാൻ എന്താണ് കാരണം? മൂന്ന് ലോകങ്ങളിൽ ഉള്ളവരും അങ്ങയുടെ ശക്തി കണ്ട് ഭയപ്പെട്ട് കഴിയുന്നു. ഹനുമാൻ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വീരന്മാരായ നമുക്ക് നാണം തോന്നുന്നു. നാം അല്പം ഉപേക്ഷ കാണിച്ചത് കൊണ്ടാണ് ഒരു ഉപദ്രവവും കൂടാതെ അവൻ പോയത്. ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ജീവനോടെ പോകുമായിരുന്നില്ല. ഇങ്ങനെ രാവണനോട് പറഞ്ഞിട്ട് ഓരോരുത്തരും പ്രത്യേകം പ്രതിജ്ഞ ചെയ്തു. അഭിമാനപൂർവ്വം അങ്ങ് ഞങ്ങളിൽ ഒരാളെ കൽപ്പിച്ചയച്ചാൽ മനുഷ്യവർഗത്തെയും വാനരവർഗത്തെയും ഒന്നോടെ നശിപ്പിച്ചിട്ട് വരാം. ഒരു കുരങ്ങൻ കാണിച്ച വികൃതിക്ക് പരിഹാരം കാണാൻ നാം എല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂടി ആലോചിക്കുന്നത് തന്നെ നമുക്ക് അപമാനകരമത്രേ. പ്രഭോ, ഇക്കാര്യം കൂടി അങ്ങ് ഓർക്കണം. രാക്ഷസന്മാരുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് രാവണൻ്റെ മനോദുഃഖം അല്പം കുറഞ്ഞു. ഇനി രാവണ കുംഭകർണ സംഭാഷണം. ഉണർന്നെഴുന്നേറ്റ കുംഭകർണൻ വളരെ വേഗം ജ്യേഷ്ഠൻ്റെ മുമ്പിലെത്തി വണങ്ങി. അനുജനെ മുറുകെ പുണർന്ന് വലിയ സന്തോഷത്തോടെ പീഠത്തിൽ ഇരുത്തി സ്നേഹപൂർവ്വം വൃത്താന്തങ്ങളെല്ലാം രാവണൻ പറഞ്ഞു. അത് കേട്ട കുംഭകർണൻ ഭയത്തോടെ രാവണനോട് പറഞ്ഞു, ഭൂമിയിൽ സുഖമായി ജീവിക്കുന്നതിനേക്കാൾ യുദ്ധത്തിൽ വീരമരണം വരിച്ച് ദേവത്വം കിട്ടുന്നതാണ് എനിക്ക് നല്ലത്. ഇപ്പോൾ അങ്ങ് ചെയ്ത പ്രവൃത്തികളെല്ലാം ജീവനാശം ഉണ്ടാക്കുന്നതാണ്. രാമൻ അങ്ങയെ കാണുകയാണെങ്കിൽ ഭൂമിയിൽ പിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാമനെ നിത്യവും സേവിച്ചു കൊള്ളുക. രാമൻ മനുഷ്യനല്ല, പരബ്രഹ്മസ്വരൂപനായ മഹാവിഷ്ണുവാണ്.
സീത അങ്ങയുടെ നാശത്തിനായി ഭൂമിയിൽ ജനിച്ച മഹാലക്ഷ്മിയാണ്. വേടന്മാരുടെ ചില പ്രത്യേക ശബ്ദങ്ങൾ കേട്ട് തെറ്റിദ്ധരിച്ച് അടുത്തു ചെല്ലുന്ന മൃഗങ്ങൾ കൊല്ലപ്പെടും. ചൂണ്ടയുടെ അറ്റത്ത് കോർത്തിരിക്കുന്ന വിഷം കലർന്ന ഭക്ഷണപദാർത്ഥം വിഴുങ്ങി മീനുകൾ ചാകുന്നു. തീജ്വാല കണ്ട് മോഹിച്ച് ശലഭങ്ങൾ അതിൽ വീണ് നശിക്കുന്നു. അതുപോലെ സീതാദേവിയെ കണ്ട് മോഹിച്ചത് കാരണം അങ്ങയ്ക്ക് മരണം സംഭവിക്കും. ഇത് നല്ലതല്ല എന്ന് അങ്ങയ്ക്ക് അറിയാമെങ്കിലും അങ്ങയുടെ മനസ്സ് അതിൽ മുഴുകിപ്പോകുന്നു. അതിൻ്റെ കാരണം പൂർവ്വജന്മവാസനയാണ്. അത് മാറ്റാൻ ആർക്കും കഴിയുകയില്ല. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും ശാസന കൊണ്ട് അത് ഇല്ലാതാക്കാൻ കഴിയുകയില്ല. പിന്നെ അജ്ഞാനികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അവിടുന്ന് ഇതേവരെ ചെയ്തതെല്ലാം അനുചിതങ്ങളായ അല്ലെങ്കിൽ തെറ്റായ നയമില്ലാത്ത കാര്യങ്ങളാണ്. അത് നിമിത്തം നാട്ടിലുള്ളവർക്കും ആപത്തായി. എങ്കിലും ഞാൻ രാമനെയും വാനരന്മാരെയും എല്ലാം ഒടുക്കാം. അങ്ങ് ജാനകിയെ അനുഭവിച്ചു കൊള്ളുക. മനസ്സിൽ ഒട്ടും ദുഃഖം വേണ്ട. ആഗ്രഹിച്ചതെല്ലാം ദേഹനാശം വരുന്നതിന് മുമ്പ് നിറവേറ്റിക്കൊള്ളുക. ഇന്ദ്രിയങ്ങൾക്ക് വശംവദനാകുന്നവന് ആപത്ത് വരും എന്ന് നിശ്ചയമാണ്. ഇന്ദ്രിയ നിഗ്രഹമുള്ളവന് സകല സുഖവും ലഭിക്കും. ഇന്ദ്രശത്രുവായ കുംഭകർണൻ്റെ വാക്കുകൾ കേട്ട് ഇന്ദ്രജിത്ത് ആദരപൂർവ്വം രാവണനോട് പറഞ്ഞു, അങ്ങ് ആജ്ഞാപിച്ചാൽ മനുഷ്യനായ രാമനെയും വാനരന്മാരെയും എല്ലാം ഞാൻ ഉടനെ വധിച്ചിട്ട് വരാം. ഇനി രാവണ വിഭീഷണ സംഭാഷണം. അപ്പോൾ അവിടെ വന്നു ചേർന്ന ധന്യാത്മാവായ വിഭീഷണൻ ജ്യേഷ്ഠനെ വണങ്ങി. രാവണൻ അനുജനെ അരികത്തിരുത്തി വിഭീഷണൻ രാവണന് ഹിതകരമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. രാക്ഷസരാജാവായ ദശാനന, എൻ്റെ വാക്കുകൾ കേൾക്കുക. തനിക്ക് വേണ്ടവർക്ക് അറിവുള്ള ആളുകൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. വംശത്തിന് ക്ഷേമകരമായ കാര്യങ്ങൾ എന്തെന്ന് എല്ലാവരും ഒരുമിച്ച് ആലോചിക്കാം. ഈ 3 ലോകത്തിലും രാമനോട് യുദ്ധം ചെയ്യാൻ ആരാണ് ഉള്ളത്? മത്തൻ, ഉന്മത്തൻ, പ്രഹസ്തൻ, വികടൻ, സുപ്തഗ്നൻ, യജ്ഞാന്തകൻ, കുംഭകർണൻ, ജംബുമാലി, പ്രചങ്കൻ, കുംഭൻ, നികുംബൻ, അകമ്പനൻ, കമ്പനൻ, വമ്പനായ മഹോദരൻ, മഹാപാർശ്വൻ, കുംഭഹനു, ഋഷിരസ്, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മറ്റു ദേവശത്രുക്കളായ വജ്രദംഷ്ടൻ തുടങ്ങിയ വീരന്മാർ, രൂപാക്ഷൻ, ശോണിതാക്ഷൻ, വിരൂപാക്ഷൻ, ധൂമ്രാക്ഷൻ, മകരാക്ഷൻ, ഇന്ദ്രനെ ബന്ധിച്ച ഇന്ദ്രജിത്ത് തുടങ്ങിയവർക്കൊന്നും ശ്രീരാമനെ എതിരിടാനോ പൊരുതി ജയിക്കാനോ സാധ്യമല്ല. ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല. ആരെന്നറിയാനും ആർക്കും കഴിയില്ല. അദ്ദേഹം ദേവേന്ദ്രനല്ല, അഗ്നിയല്ല, യമനല്ല, നിറുതിയല്ല. വരുണനും വായുവും കുബേരനും ഈശാനനും ബ്രഹ്മാവും നാഗാധിപനും ആദിത്യനും രുദ്രനും വസുക്കളും അല്ല. മോക്ഷപ്രദനും സൃഷ്ടിസ്ഥിതി ലയ കാരണനുമായ സാക്ഷാൽ മഹാവിഷ്ണുവാണ് അദ്ദേഹം. പണ്ട് പന്നിയായി അവതരിച്ച് ഹിരണ്യാക്ഷനെ കൊന്നു, ഭൂമിയെ സംരക്ഷിച്ചു. പിന്നീട് നരസിംഹരൂപം ധരിച്ച് അദ്ദേഹം ഹിരണ്യകശിപുവിനെ കൊന്നു. അനന്തരം ലോകനാഥനായ അദ്ദേഹം വാമനനായി അവതരിച്ച് 3 ലോകവും മഹാബലിയോട് വാങ്ങി. പിന്നീട് രാമനായി, അതായത് പരശുരാമനായി വന്ന് അസുരാംശ സംഭവന്മാരായ രാജാക്കന്മാരെ 21 തവണ വംശത്തോടെ വധിച്ചു. അസുരന്മാരെ വധിക്കാൻ ജഗന്മയനായ മഹാവിഷ്ണു ഭൂമിയിൽ അവതരിക്കും. ഇപ്പോൾ ദശരഥപുത്രനായി വിഷ്ണു അവതരിച്ചിരിക്കുന്നത് നിന്നെ കൊല്ലാനാണ് എന്ന് അറിയുക. സത്യസങ്കല്പനായ ഈശ്വരൻ്റെ അഭിമതം ഒരിക്കലും മിഥ്യയാവുകയില്ല എന്ന് തീർച്ച. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാണ് എന്നൊരു സംശയം അങ്ങയ്ക്കുണ്ടെങ്കിൽ പറയാം. തന്നെ സേവിക്കുന്നവർക്ക് അഭയം കൊടുക്കുന്ന ആ ദേവൻ കാരുണ്യവാനും ഭക്തപ്രിയനുമാണ്. ജനാർദ്ദനനും അംബുജലോചനനും ലക്ഷ്മീപതിയും കേശവനുമായ മഹാവിഷ്ണു ഭക്തന്മാർക്ക് ഭക്തിയും മുക്തിയും നൽകുന്ന ആശ്രിതവത്സലനാണ്. അദ്ദേഹത്തിൻ്റെ തിരുവടികൾ മടികൂടാതെ നിത്യവും പ്രാർത്ഥിച്ചു കൊള്ളുക. സീതാദേവിയെ കൊണ്ടേക്കൊടുത്ത് ആ പാദാംബുജത്തിൽ നമസ്കരിക്കുക. കൂപ്പുകൈയോടെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അപരാധങ്ങളെല്ലാം അദ്ദേഹം ക്ഷമിച്ച് സായുജ്യം നൽകും. അദ്ദേഹത്തിനുള്ളതുപോലെ കാരുണ്യം മറ്റാർക്കുമില്ല. കാട്ടിനുള്ളിൽ കിടന്നപ്പോൾ ഈ ബാലൻ ഒരമ്പുകൊണ്ട് താടകയെ വധിച്ചു. വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്ക് വേണ്ടി സുബാഹു തുടങ്ങിയവരെ കൊന്നു. കല്ലായി കിടന്ന അഹല്യയുടെ മേൽ തൃക്കാലടി വെച്ച് അവളുടെ പാപമെല്ലാം നശിപ്പിച്ചു. ശൈവചാപം മുറിച്ച സീതയെയും കൊണ്ടുപോകുമ്പോൾ മഴുവുമേന്തി വഴിമധ്യേ വെച്ച് തടഞ്ഞ ഭാർഗവരാമനെ ജയിച്ചതും അത്ഭുതം തന്നെ. പിന്നീട് വിരാതനെയും കരാതികളെയും ശക്തനായ ബാലിയെയും വധിച്ചതും രാജകുമാരനായ ഈ ശ്രീരാമനല്ലേ? കടൽ ചാടിക്കടന്ന് ഇവിടെ എത്തി സീതാദേവിയെ കണ്ട് വിവരങ്ങളറിഞ്ഞിട്ട് ലങ്കാനഗരം മുഴുവൻ അഗ്നിക്ക് സമർപ്പിച്ച ഹനുമാന്റെ പരാക്രമമെല്ലാം അറിയാവുന്ന അങ്ങയ്ക്ക് ഇങ്ങനെയെല്ലാം തോന്നിയത് ആശ്ചര്യം തന്നെ. സജ്ജനങ്ങളോട് വിരോധം തോന്നുന്നത് നല്ലതല്ല. മടികൂടാതെ സീതയെ തിരികെ കൊണ്ട് കൊടുക്കുക. ബുദ്ധിഹീനരായ മന്ത്രിമാർ ഇഷ്ടം പറഞ്ഞ് അങ്ങയെ കൊല്ലിക്കും. കാലപുരിക്ക് പോകേണ്ട എന്നുണ്ടെങ്കിൽ
സീതയെ വേഗം തിരികെ എത്തിക്കുക. ദുർബലൻ ബലവാനോട് ഉള്ളിൽ മത്സരം വെച്ച് പെരുമാറിയാൽ നാടും നഗരവും സൈന്യവും ജീവനും എല്ലാം അരക്ഷണം കൊണ്ട് നഷ്ടമാകും. ഇഷ്ടം മാത്രം പറയുന്ന ബന്ധുക്കൾ ആരും കഷ്ടകാലം വരുമ്പോൾ കൂടെ ഉണ്ടാകില്ല. അവരവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് ഞങ്ങളാരും ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ബന്ധുക്കൾ മറ്റൊരു പ്രബലനെ ആശ്രയിക്കും. അപ്പോൾ അതേക്കുറിച്ച് ആലോചിച്ചിട്ട് ഫലമില്ല. രാമബാണമേറ്റ് അങ്ങ് മരിക്കുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അതിനാൽ ഞാൻ നേര് പറയാം, വൈകാതെ സീതാദേവിയെ തിരിച്ചേൽപ്പിക്കുക. യുദ്ധം ചെയ്ത് ധനവും സൈന്യവും എല്ലാം നശിച്ചു കഴിഞ്ഞിട്ട് സീതാദേവിയെ തിരിച്ചേൽപ്പിക്കാം എന്ന് തോന്നിയാലും ആ സമയത്ത് അതിന് പ്രസക്തി കാണുകയില്ല. ബലവാന്മാരോട് എതിരിട്ടാൽ ഉണ്ടായേക്കാവുന്ന ഫലത്തെക്കുറിച്ച് നേരത്തെ ആലോചിക്കണം. ശ്രീരാമനോട് കലഹിച്ചാൽ സഹായിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കണം. ശിവൻ തുടങ്ങിയവർ പോലും ശ്രീരാമനെ സേവിച്ച് കഴിയുന്നവരാണ്. രാക്ഷസരാജാവേ, അങ്ങ് വിജയിക്കട്ടെ. സാക്ഷാൽ മഹേശ്വരനായ ശ്രീരാമനോട് പിണങ്ങരുത്. സീതാദേവിയെ ശ്രീരാമചന്ദ്രന് കൊണ്ടുകൊടുത്തിട്ട് അങ്ങ് സുഖമായി വസിക്കുക. സ്വന്തം വംശനാശം വരുത്താതെ ദേവിയെ തിരികെ കൊണ്ടേ കൊടുക്കുക. വിഭീഷണൻ ആവർത്തിച്ച് പറഞ്ഞ ഈ ഹിതകരമായ കാര്യങ്ങൾ കേട്ട് കുപിതനായ രാവണൻ പറഞ്ഞു, ശത്രുക്കളല്ല യഥാർത്ഥത്തിൽ ശത്രുക്കൾ. മിത്രമെന്ന ഭാവത്തിൽ കൂടെ കഴിയുന്നവരാണ് ശരിയായ ശത്രുക്കൾ. അവർ നമ്മുടെ മരണത്തിന് ഇടവരുത്തും. ഇങ്ങനെ ഇനിയും നീ എന്നോട് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ നിന്നെ വധിക്കും. ഇവനോട് പറഞ്ഞതെല്ലാം മതി. പൗരുഷം കൊണ്ട് വിധിയെ ജയിക്കാൻ കഴിയുകയില്ല. എനിക്കിനി ശ്രീരാമൻ്റെ പാദകമലങ്ങളല്ലാതെ മറ്റൊരു ആശ്രയമില്ല. ശ്രീരാമൻ്റെ പാദാന്തികത്തിൽ ചെന്ന് വീണ് അഭയം തേടി ഇനിയുള്ള ജീവിതകാലം മുഴുവൻ കഴിയാം. ഇങ്ങനെ തീരുമാനിച്ചിട്ട് 4 മന്ത്രിമാരുമായി വിഭീഷണൻ യാത്രയ്ക്കൊരുങ്ങി. ഭാര്യ, ധനം, വീട്, ബന്ധുക്കൾ, ഭൃത്യന്മാർ എന്നിവയെല്ലാം ഉപേക്ഷിച്ചിട്ട് ശ്രീരാമപാദങ്ങൾ മനസ്സിലുറപ്പിച്ച് സസന്തോഷം ജ്യേഷ്ഠൻ്റെ പാദങ്ങൾ തൊട്ടു വണങ്ങി. അപ്പോൾ കുപിതനായ രാവണൻ പറഞ്ഞു, നീയാണ് എനിക്ക് ആപത്ത് വരുത്തുന്നത്. നീ പോയി രാമനെ സേവിക്കൂ. എനിക്ക് അതുകൊണ്ട് ഒരു വിഷമവും ഇല്ല. നീ പോയില്ലെങ്കിൽ ചന്ദ്രഹാസം കൊണ്ട് നിന്നെ ഞാൻ കൊല്ലും. ഈ വാക്കുകൾ കേട്ട വിഭീഷണൻ പറഞ്ഞു, അങ്ങ് എനിക്ക് പുതുതുല്യനാണ്. അങ്ങയുടെ ആജ്ഞ ഞാൻ അനുസരിക്കാം. അതെനിക്ക് സുഖകരമാണ്. അങ്ങേക്ക് ഞാൻ നിമിത്തം സങ്കടമുണ്ടാകരുത്. ഞാൻ ഉടനെ പോകുന്നു. പുത്രന്മാർ, മിത്രങ്ങൾ, ഭാര്യ, ധനം എന്നിവയോടുകൂടി ദീർഘകാലം അവിടുന്ന് സുഖമായി വസിച്ചാലും അങ്ങയുടെ വംശനാശം വരുത്താനായി കാലൻ ദശരഥൻ്റെ ഗൃഹത്തിൽ രാമനായും കാലപത്നി ജനകൻ്റെ ഭവനത്തിൽ സീത എന്ന പേരോടുകൂടിയും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം മറ്റൊരു വിധത്തിൽ സംഭവിക്കുമോ? രാക്ഷസവംശം നശിക്കുന്നതിന് മുമ്പ് ശ്രീരാമനെ ശരണം പ്രാപിക്കാൻ ഞാൻ പോകുന്നു. ഇനി വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ എന്ന ഭാഗമാണ്. അത് നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.